തൃശൂർ പുറ്റേക്കരയിൽ അരുൺകുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അരുണിന്റെ സുഹൃത്ത് പടിഞ്ഞാറേക്കോട്ട സ്വദേശി ടിനുവാണ് അറസ്റ്റിലായത്. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, പ്രതി പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമലേഷ്, ഇന്ന് വൈകിട്ടോടെയാണ് ഈ ദാരുണമായ സംഭവത്തിൽ തൃശൂർ പടിഞ്ഞാറേക്കോട്ട സ്വദേശി ചിറയത്ത് വീട്ടിൽ ടിനുവിനെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ടിനുവും മരിച്ച അരുൺലാലും തമ്മിൽ നിരന്തരം ഒരുമിച്ച് മദ്യപിക്കുന്ന ആളുകളായിരുന്നു. ഈ മദ്യപാനത്തിനിടെ ടിനു തന്റെ പ്രണയിനിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അരുൺലാലിനോട് പങ്കുവെക്കുമായിരുന്നു. ഈ വിഷയത്തിൽ അരുൺലാൽ സ്ഥിരം ടിനുവിനെ പരിഹസിക്കുകയും പതിവായിരുന്നു. ഇതിനുശേഷം ഈ ടിനുവിന്റെ കാമുകി ടിനുവിൽ നിന്നും അകലുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതിന്റെ കാരണക്കാരൻ അരുൺലാലാണെന്നാണ് ടിനു ധരിച്ചു വച്ചിരുന്നത്. ഈ വൈരാഗ്യമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവ ദിവസം രാത്രി മദ്യപിച്ച് ബാറിൽ നിന്നും ഇറങ്ങിയ അരുൺലാലിനെ ടിനു ബൈക്കിലെത്തി താൻ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അരുൺലാലിനെ ബൈക്കിൽ കയറ്റി ടിനുവും അരുൺലാലും കൂടി കുറ്റ്യേക്കരയിലെത്തുന്നതിന് മുൻപ് ബൈക്കിൽ ഇരുവരും തമ്മിൽ ഈ പ്രണയിനിയുടെ വിഷയവും തമ്മിലുള്ള ചർച്ച നടന്നിരുന്നു. ഈ ചർച്ച തുടർന്ന് വൈരാഗ്യത്തിലേക്കും സംഘർഷത്തിലേക്കും വഴിവെക്കുകയായിരുന്നു. അരുൺലാലിനെ ഈ സംഭവ സ്ഥലത്ത് ഇറക്കിയതിനു ശേഷം ചവിട്ടുകയായിരുന്നു മുഖത്ത്. ചവിട്ടിയ ഉടൻ അരുൺലാൽ റോഡിലേക്ക് വീണു. തുടർന്ന് വീണ്ടും ചവിട്ടുകയും തലയിലും മുഖത്തും മൂക്കിലും എല്ലാം ചവിട്ടിയതിനു ശേഷം ബോധരഹിതനായതിനു ശേഷം ടിനു സംഭവ സ്ഥലത്ത് നിന്നും കടന്നു കളയുകയായിരുന്നു. ഈ ഒരു വിഷയം ആദ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതൊരു വാഹന അപകടമാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ട് ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു കൊലപാതകമാണെന്നാണ് കണ്ടെത്തിയിരുന്നത്. അതായത് മരിച്ച അരുൺലാലിന്റെ മൂക്കിന്റെയും അതുപോലെ തന്നെ താടിയെല്ലും പൊട്ടിയിരുന്നു. അതുപോലെ തന്നെ പിൻകഴുത്തിൽ പിടിച്ച് ഞെരിച്ച പാടുകളും ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇതൊരു കൊലപാതകമാണെന്നും പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തത്. തുടർന്ന് ബാറിൽ നിന്ന് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇവർ ബൈക്കിൽ ഈ സംഭവ സ്ഥലത്ത് വന്നിറങ്ങുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. മാത്രമല്ല, ഇവർ രണ്ടുപേരും ഈ സംഭവ സ്ഥലത്ത് സംസാരിച്ചു നിൽക്കുന്നതിന് 2 ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നു. തുടർന്നാണ് പോലീസ് അന്വേഷണം ഈ ടിനുവിലേക്ക് എത്തുന്നതും ടിനുവിനെ ഇന്ന് വൈകിട്ടോടെ അറസ്റ്റ് ചെയ്യുന്നതും ഉണ്ടായത്. അനീഷ് ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കൈമാറിയത്. ഇനി പ്രധാന